നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. കടിച്ച പാമ്പ് തിരച്ചിഴഞ്ഞിഴഞ്ഞ് വന്ന് മുറിപ്പാടിൽ നിന്ന് വിഷം തിരിച്ചു വലിച്ചു കുടിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലേ? പറയാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഔദ്യോഗിക വക്താവായിരുന്നില്ലെങ്കിൽ പോലും CPMന്റെ വക്താവിനെ പോലെ പ്രവർത്തിച്ച ആളാണ് കോട്ടയംകാരനായ റെജി ലൂക്കോസ്. ചാനൽ ചർച്ചകളിൽ CPMന് വേണ്ടി ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുള്ള ആളാണ് റെജി. അന്ന് ഇയാളുടെ നാവിൻ്റെ മൂർച്ച UDF കക്ഷികളും BJPക്കുമെല്ലാം നന്നേ അറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ ദയാദാക്ഷിണ്യങ്ങളില്ലാതെ യുദ്ധം ചെയ്തിരുന്ന ഇദ്ദേഹം പെട്ടെന്നൊരു ദിനം ആരും പ്രതീക്ഷിക്കാതെ CPM വിട്ട് BJPയിൽ ചേർന്നു. ഈ കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസിനെ BJP വക്താവായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ CPM സീറ്റ് നൽകാതിരുന്നതാണ് മാറ്റത്തിന് കാരണമെന്ന് CPMകാരും മോദിയുടെ വികസനത്തിൽ ആകർഷണനായതുകൊണ്ടാണ് BJPയിൽ എത്തിയതെന്ന് റെജി ലൂക്കോസും പറയുന്നു. എന്താണെങ്കിലും BJPയിൽ എത്തിയെന്നുള്ളത് സത്യമാണ്. വക്താവായ സ്ഥിതിക്ക് ഏകാത്മക മാനവവാദവും ഗാന്ധിയൻ സോഷ്യലിസവും ഒക്കെ അദ്ദേഹം പഠിച്ചു കാണുമെന്ന് കരുതാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് പ്രതിനിധാനം ചെയ്യുന്ന കടുത്തുരുത്തി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പരിഗണിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു റിട്ടയർഡ് DGP R ശ്രീലേഖയുടെ കാര്യവും. DGP പദവിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് സ്വന്തം YouTube ചാനലുമൊക്കെയായി കഴിയുന്ന നാളുകളിലാണ് R ശ്രീലേഖയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനത്തിൽ ആകർഷണം തോന്നിയത്. ഉടൻ തന്നെ BJPയിൽ ചേർന്നു. BJP അവരെ വെറും കൈയോടെയല്ല സ്വീകരിച്ചത്. പാർട്ടിയിലേക്ക് കടന്നു വന്ന് മാസങ്ങൾക്കകം സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി. അധികം താമസിക്കാതെ കോർപ്പറേഷൻ കൗൺസിലറുമാക്കി. ഇന്നിപ്പോൾ മേയർ സ്ഥാനം നൽകാത്തതുകൊണ്ട് ഇടങ്ങേടിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ 10-12 വർഷങ്ങളായി BJPയിലേക്ക് ഈ രീതിയിൽ ഹൈ പ്രൊഫൈലുകളുടെ ഒഴുക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ പട്ടിക വളരെ നീണ്ടതാണ്. എങ്കിലും ചുരുക്കം ചില പേരുകൾ പറയാം. ഇങ്ങനെ മോദിയുടെ വികസന നയത്തിൽ ആകർഷകരായി എത്തിയവരാണ് സുരേഷ് ഗോപി, അൽഫോൺസ് കണ്ണന്താനം, CP അബ്ദുള്ളക്കുട്ടി, PT ഉഷ, ഒളിമ്പ്യൻ പത്മിനി തോമസ്, കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, ലീഡർ K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, PC ജോർജ്, ജേക്കബ് തോമസ് IPS, മുൻ VCമാരായ ഡോക്ടർ അബ്ദുൾ സലാം, ഡോക്ടർ KS രാധാകൃഷ്ണൻ, റിട്ടയർഡ് DGP TP സെൻകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റ് G രാമൻ നായർ, റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ആനന്ദ് ബോസ്, മേജർ രവി, കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസു. ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ സുരേഷ് ഗോപി, ആനന്ദ് ബോസ്, PT ഉഷ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങി ചുരുക്കം ചിലരൊഴിച്ച് മറ്റുള്ളവർക്കൊന്നും കാര്യമായ പണിയൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. ആനന്ദ് ബോസ് പശ്ചിമ ബംഗാളിൽ ഗവർണറാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്. PT ഉഷ ഒളിമ്പ്യൻ അസോസിയേഷൻ പ്രസിഡന്റാണ്. അബ്ദുള്ളക്കുട്ടി ഹജ്ജ് കമ്മിറ്റി അംഗമാണ്. അനിൽ ആന്റണി അതിർത്തി സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ MLA ആയ PC ജോർജിന് പോലും കാര്യമായ പരിഗണനയൊന്നും ലഭിച്ചതായി തോന്നുന്നില്ല. ഇവരിൽ കുറെ പേർ ചില തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിലും KS രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിലും മുൻ VC അബ്ദുൾ സലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്നും മത്സരിച്ചതൊഴിച്ചാൽ ആർക്കും മണ്ഡലങ്ങളിൽ കാര്യമായ രാഷ്ട്രീയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുള്ളക്കുട്ടി സ്ഥിരം മത്സരിക്കുകയും ആരും അറിയാതെ തോറ്റുപോകുന്ന പ്രതിഭാസമായി കേരളീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഇതിൽ ചിലർക്കൊക്കെ പാർട്ടിയിൽ ചില ഭാരവാഹി സ്ഥാനങ്ങളുണ്ടെങ്കിലും ആരും സംഘടന രംഗത്തും ശോഭിച്ച് കാണുന്നില്ല. ഇവരിൽ മിക്കവരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ ആരും തിരഞ്ഞെടുപ്പ് രംഗത്ത് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും തോന്നുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കനിയാതെ ഔദ്യോഗിക രംഗത്തും ആരുടെയും സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലല്ല സംസ്ഥാന നേതൃത്വം. ചുരുക്കി പറഞ്ഞാൽ ഒരു വിസ്ഫോടനം പോലെ നാടിനെ വികസിപ്പിച്ചേ അടങ്ങുമെന്ന വാശിയോടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഇവരിൽ പലരുടെയും ഭാവി നനഞ്ഞ അമിട്ടിൻ്റെ അവസ്ഥയിലാകാനാണ് സാധ്യത. ഏറെയേറെ അവകാശവാദങ്ങളുമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന പലർക്കും ഇവരെ മാതൃകകളാക്കി മാറ്റാവുന്നതാണ്. തന്നെ കൊണ്ട് നാടിന് എന്ത് ചെയ്യാനാകും, പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും, തനിക്ക് തന്നെ എന്തു ചെയ്യാനാകും എന്നൊന്ന് ചിന്തിച്ചുറപ്പിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ
മറ്റു പലരെയും പോലെ ഇരുന്ന് ചീഞ്ഞ് തീരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.